നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,474ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിന സംഖ്യ എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 5-ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ഭാദ്രപദ മാസം 30-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. ഇന്ന് തിഥി അമാവാസിയാണ്. ഉച്ചയ്ക്ക് 12:17 വരെയുള്ള സമയത്താണ് അമാവാസി തിഥിയുള്ളത്. നക്ഷത്രം വരുന്നത് പൂരം നക്ഷത്രമാണ്. രാവിലെ 9:32 വരെയുള്ള സമയത്താണ് ഈ പൂരം നക്ഷത്രം ഉള്ളത്. തുടർന്ന് ഉത്രം നക്ഷത്രമാണ്. കരണം നാൽക്കാലി കരണമാണ്. ഉച്ചയ്ക്ക് 12:47 വരെയുള്ള സമയത്ത് നാൽക്കാലി കരണമുണ്ട്. നിത്യയോഗം വരുന്നത് ശുഭനാമ നിത്യയോഗമാണ്. രാത്രി 7:52 വരെയുള്ള സമയത്ത് ഈ ശുഭനാമ നിത്യയോഗം വരുന്നു. ഉത്രം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം ഞായർ, സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് 6:16:38 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:17:13 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 35 സെക്കൻഡാണ്. ഈ പറയുന്ന ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത് മധ്യകേരളത്തിലേതാണ്. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം തെക്കോട്ടും വടക്കോട്ടും പോകുന്തോറും ഉണ്ടാകുന്നതാണ്. ഇന്ന് രാഹുകാലം വരുന്നത് വൈകിട്ട് 4:47 തുടങ്ങി 6:17 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ച കഴിഞ്ഞ് 3:17 തുടങ്ങി 4:47 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:16 മുതൽക്ക് 1:47 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:52 മുതൽക്ക് 12:14 വരേക്കും. തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ചിട്ട് 12:18 മുതൽക്ക് 12:40 വരെയാണ്. 12:52 മുതൽക്ക് 12:40 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാൻ മറ്റ് മുഹൂർത്തങ്ങൾ അന്നേ ദിവസം ഇല്ല എന്നുണ്ടെങ്കിൽ. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തര ഈ നക്ഷത്രക്കാർക്കാണ് ഇന്ന് അഷ്ടമത്തിൽ 8-ാം ഭാവത്തിൽ ചന്ദ്രൻ വരുന്നത്. ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവേ ശുഭമല്ല. പ്രധാനപ്പെട്ട യാത്രകൾ, അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് വർജിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം ഉദയത്തിന് വരുന്നത് പൂരം നക്ഷത്രമാണ്. ബന്ധനകർമ്മങ്ങൾ, ദാരുണ കർമ്മങ്ങൾ, ശില്പകർമ്മങ്ങൾ, അതുപോലെ രണം, കപടകർമ്മങ്ങൾ ഇത്യാദികളാണ്. അല്ലാതെ ശുഭകർമ്മങ്ങൾക്ക് ഇന്നേ ദിവസം അനുകൂലമായിട്ടുള്ളതല്ല. അമാവാസിക്കും ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. അഗ്നിയാദാനം ചെയ്യുക, മഹാദാനം ചെയ്യുക, ചില പ്രത്യേക തരത്തിലുള്ള താന്ത്രിക പൂജകൾ, ഇതൊക്കെയാണ് ഈ അമാവാസി തിഥിക്ക് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്നേ ദിവസം പൊതുവേ നല്ലതല്ല. നമസ്കാരം.